സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. ഇതിനിടെ ഈ വർഷം അവസാനത്തോടെ പവൻ വില 1,60,000 രൂപ വരെയായും അടുത്ത വർഷം 1,70,000 രൂപ വരെയും ഉയരാനുള്ള സാധ്യതകളാണുള്ളതെന്ന് വിദഗ്ധർ പറയുന്നു. കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇപ്പോൾ കുതിപ്പ് തുടരുകയാണ്. സ്വർണം സർവകാല റെക്കോർഡിലേക്ക് മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. വില ഇങ്ങനെ നാൾക്കുനാൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ വില വർധനവിൽ വലയുന്നത് സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് ചെറുതായെങ്കിലും ഒന്ന് സ്വർണ്ണവില കുറഞ്ഞാൽ കുറച്ചെങ്കിലും പൊന്നു വാങ്ങിക്കാമെന്ന് കരുതുന്നവരുടെ ചിന്ത വലുതാണ്. വില ലക്ഷം കടന്നതോടെ കേരളത്തിലെ പല വിവാഹങ്ങളിൽ നിന്നും ഇപ്പോൾ സ്വർണം പടിക്ക് പുറത്തായ കാഴ്ചയുമുണ്ട്. 10 പവൻ ആഭരണം നൽകി ഒരു വിവാഹം നടത്തണമെങ്കിൽ ഇന്ന് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവാകുമെന്നതാണ് മറ്റൊരു കാര്യം. സ്വർണം എന്നെങ്കിലും വില കുറയുമോ എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. എന്നാൽ ആ പ്രതീക്ഷകൾ വിഫലമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിലവിലെ അവസ്ഥയിൽ സ്വർണ്ണവിലയിൽ വലിയ കയറ്റിറക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതേസമയം പശ്ചിമേഷ്യൻ വിഷയം ഏത് രീതിയിൽ തിരിയുന്നോ അതനുസരിച്ച് വിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ തന്നെയും വലിയൊരു കുതിപ്പിന് സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പുതുക്കിയ വിപണി വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്കും മേലുള്ള 3% നികുതിയും 45 രൂപ ഹോൾമാർക്ക് ചാർജും അതിന്മേലുള്ള 18% നികുതിയും എന്നിവയെല്ലാം ചേർത്താൽ 1,20,000 രൂപയോടടുത്ത് വരും പവൻ വില. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് വിലയിലും പണിക്കൂലിയിലും വലിയ വ്യത്യാസങ്ങളും പ്രതീക്ഷിക്കാം. ആഗോള വിപണിയിലെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് പുതിയ ചലനങ്ങൾ തന്നെയാണ് സ്വർണ്ണവിലയിൽ കണ്ടുവരുന്നത്. വരും വർഷങ്ങളിലും സ്വർണ്ണവില വിപണിയിൽ സർവകാല റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. നിലവിൽ നിക്ഷേപകർക്കിടയിൽ പ്രകടമാകുന്ന താൽപര്യങ്ങളെക്കുറിച്ചും വിപണിയിലെ താൽക്കാലികമായ ഫ്ലാറ്റ് ട്രേഡിംഗും വരും ദിവസങ്ങളിൽ മാറുമെന്നാണ് കരുതുന്നത്. 2026 അവസാന പാദത്തോടെ സ്വർണത്തിന്റെ വില ഔൺസിന് ശരാശരി $6,000 കുതിച്ചുയരുമെന്നും റിപ്പോർട്ടുണ്ട്. അതിനുശേഷം വില കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമെന്നും പറയുന്നു. വിലക്കയറ്റത്തിന്റെ പുതിയ സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2027 അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $6,300 വരെ ആകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് റെക്കോർഡ് നിരക്കിലെത്തും. സമീപകാലത്ത് സ്വർണ്ണ വിപണിയിൽ ഉണ്ടായ തളർച്ചയുടെയും അതിന്റെ വേഗത കുറവിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ പുതിയ വിലയിരുത്തൽ. 2026 തുടക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം സ്വർണം കാഴ്ചവെച്ചു. എന്നാൽ മാർച്ചിൽ വിപണി തണുക്കുകയും പിന്നീട് ഔൺസിന് $4,170 എന്ന ഏറ്റവും താഴ്ന്ന വാർഷിക നിരക്കിലേക്ക് എത്തുകയും ചെയ്തു. വിപണിയിലെ ഈ വലിയ അസ്ഥിരതയ്ക്കും വിലയിടിവിനും കാരണം ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളും കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് സംബന്ധിച്ച നയങ്ങളുമെന്നാണ് റിപ്പോർട്ടുകൾ. ഭാവിയിലെ സ്വർണത്തിന്റെ ആവശ്യകതയും അതിന്റെ വിലസ്ഥിരതയും പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ഇപ്പോൾ തുടരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തന്നെയാണ്. ആയതിനാൽ തന്നെ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലും US ഫെഡ് റിസർവിന്റെ പുതിയ നയങ്ങളിലുമായിരിക്കും ഇനിയുള്ള സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ. ആയതിനാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനിടെ ഈ വർഷം അവസാനത്തോടെ പവൻ വില 1,60,000 രൂപ വരെയും അടുത്ത വർഷം 1,70,500 രൂപ വരെയും ഉയരാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.